നാരായണ നാരായണ ശ്രീ ഗുരുവായൂരപ്പ ശരണം ശ്രീ തരമകത്തദേവരേ ശരണം ശ്രീ ദക്ഷിണാമൂർത്തി ശരണം ശ്രീ മൂക്കതര ഭഗവതി ശരണം സദ്ഗുരുഭ്യോ നമ ഭക്തേഭ്യോ നമ. ഞാൻ വടശ്ശേരി ഹരിനമ്പൂതിരി ശ്രീമദ് ഭാഗവത മഹാപുരാണത്തെ സംജ്ഞാസംഗ്രഹം എന്ന പേരിൽ പരിഭാഷയായിട്ട് എഴുതിയത് പാരായണം ചെയ്ത് സമർപ്പിക്കുന്നു. സപ്തമസ്കന്ധം അവസാനത്തെ അധ്യായം 15-ാം അധ്യായമാണ് പാരായണം ചെയ്യുന്നത്. സനാതനധർമ്മങ്ങളെ നാരദ മഹർഷി യുധിഷ്ഠിരന് പറഞ്ഞു കൊടുക്കുന്നു. ഗൃഹസ്ഥധർമ്മത്തെ പറഞ്ഞു കൊടുക്കുന്നു. കൊടുക്കം താൻ ആര് എന്നും നാരദൻ പൂർവജന്മ വൃത്താന്തങ്ങളെ പറയണം. ഭഗവാന്റെ ഏറെ ഇഷ്ടനായിട്ടുള്ള ആ നാരദ മഹർഷിയും ധർമ്മം തന്നെ അവതാരം സ്വീകരിച്ചതായിട്ടുള്ള യുധിഷ്ഠിരനും തമ്മിലുള്ള സംവാദം എല്ലാവരാലും ശ്രദ്ധിക്കപ്പെടുന്നു. മർത്യർക്ക് ഏറ്റവും കൂടുതൽ സ്വന്തം ജീവനെ ശുദ്ധമാക്കാൻ എന്തൊക്കെയാണോ വേണ്ടത് അതെല്ലാം ചെയ്യുവാനുള്ള മാർഗമായിട്ട് ഇന്നും എല്ലാവരാലും ഇഷ്ടപ്പെടുന്നതായിട്ടുള്ള, എല്ലാവരാലും പ്രകീർത്തിക്കപ്പെടുന്നതായിട്ടുള്ള സംവാദമായിട്ട് അത് മാറുന്നു. ആ ഭാഗത്തെ നമുക്ക് പാരായണം ചെയ്യാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണ 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 നാരായണ. ശ്രീമദ് ഭാഗവത മഹാപുരാണം സംജ്ഞാസംഗ്രഹം 7-ാം സ്കന്ധം 15-ാം അധ്യായം. ഓം. കർമ്മമനുഷ്ഠിക്കും നിത്യം ദ്വിജർ ചിലർ, വേദോപവാസവ്രത നിഷ്ഠരായ ചിലർ, വേദവും യാഗവും ദാനവും ചെയ്യുവോർ, ജ്ഞാനനിഷ്ഠർ ചിലർ, ബ്രഹ്മനിഷ്ഠർ ചിലർ, കവ്യം പിതൃക്കൾക്ക് ദേവന നേദ്യവും പിന്നെ ഹവിസ്സും ജപ കീർത്തനാദിയും, വിപ്രർക്ക് ഊട്ടും ധനധാന്യവസ്ത്രവും പുല്ലും തവീടും പശുക്കൾക്കുമേകണം, ശ്രാദ്ധത്തിൽ ഘോഷം കുറച്ചു ചെയ്താൽ മതി, യാഗ പശു ശാപം നഷ്ടമാക്കും ഫലം, ജ്ഞാനികൾ മാനസ പൂജയായി ചെയ്തിടും, ജ്ഞാനയജ്ഞം തന്നെ വേണ്ടുന്നത് നൃപ, 5 തരത്തിൽ അധർമ്മങ്ങൾ വന്നിടും, വേദനിഷേധം വിധർമ്മം അകർമ്മവും, അന്യകർമ്മം പരധർമ്മം ഉപമയം, നാട്യധർമ്മം ഛലം ധർമ്മ നിഷേധവും, പാഖണ്ഡമാം ഛലം ശിക്ഷാർഹമാണത്, പാലില്ല പയ്യനെ കുട്ടിച്ചത്താൽ നൽകൽ, വാങ്ങിയാൽ ഭാരമായി ശിക്ഷ കിട്ടും ദൃഢം, ആഭാസമാണത് ദുഃഖമായി വന്നിടും, നിർധനൻ സമ്പാദ്യമോഹത്താൽ കർമ്മമായി. ഹരേ ഗുരുവായൂരപ്പ ശരണം. നാരായണ. ചെയ്താൽ അബദ്ധമായി തീരും ഫലം സദാ, ഐശ്വര്യം ദേവഹിതമായി ലഭിച്ചിടും, യത്നിച്ചാൽ പാപം ഭുജിക്കേണ്ടി വന്നിടാം, ഈശ്വര സേവ മറന്നുള്ള നേടലും ശിക്ഷയായി മാറും ധനാലോഭചിന്തകൾ, കാലിൽ മെതിയടിയുള്ളൊരു മർത്യന ഭൂമി മുഴുവനും സുന്ദരമെപ്പോഴും, ദുഃഖ സുഖങ്ങൾ വിഗണിച്ച ജീവിതം ആനന്ദം നന്നായി അനുഭവമായിടും, ആഹാരം മൈഥുനം രണ്ടിലും സക്തന ജീവിതം വ്യർത്ഥമായി തീർന്നിടും മർത്യന്, ഷഡ്വൈരിയിൽ ലോഭം തന്നെ ഭയങ്കരൻ, ത്യാഗിക്ക് ക്രോധാദിപാക്കി ജയിച്ചിടാം, ശത്രുതാനാശത്താൽ ക്രോധമൊടുങ്ങിടും, ദാഹവിശപ്പാലടങ്ങുന്നു കാമവും, സങ്കല്പകൽപ്പന തീർത്തും ത്യജിക്കണം, രണ്ടാമതൊന്നായി കണ്ടാൽ ഭയം വരും, ആത്മാവിൽ സർവ്വതും കാണാൻ കഴിയുകിൽ, ശോകമോഹം തീരും സ്വസ്ഥത കൈവരും. ശ്രീ ഗുരുവായൂരപ്പ ശരണം. നാരായണ നാരായണ നാരായണ. സങ്കല്പകൽപ്പന തീർത്തും ത്യജിക്കണം, രണ്ടാമതൊന്നായി കണ്ടാൽ ഭയം വരും, ആത്മാവിൽ സർവ്വതും കാണാൻ കഴിയുകിൽ, ശോകമോഹം തീരും സ്വസ്ഥത കൈവരും. ദംഭമടക്കാൻ മഹൽ സേവ ചെയ്യണം, സ്നേഹ ബഹുമാനം ഹിംസ അകറ്റിടും, മൗനത്താൽ യോഗിയായി മാറാൻ കഴിഞ്ഞിടും, ആലസ്യവും മടി തീർക്കാം സമാധിയാൽ, അഷ്ടാംഗയോഗത്താൽ ആധിയും വ്യാധിയും തീർക്കണം സിദ്ധിയാൽ കഷ്ടത്തിലും സുധി, ഈശനായി മാത്രം ഗുരുവിനെ കാണണം, വേണ്ട ഗുരുനിന്ദ പാഠം മറന്നുപോം, വേണ്ടപ്പോൾ തോന്നില്ല മൃത്യുനേരത്തിലും, ആനക്കുളി പോലെയായിടും വിദ്യകൾ, ആധ്യാത്മികനായി ഇഷ്ടാപൂർത്താദികൾ ചെയ്താൽ മഹാപാപം കാലത്താൽ തീർന്നിടും, എത്ര വിശിഷ്ടകർമ്മങ്ങളെ ചെയ്യിലും സ്വർഗാദികൾ നേടാം മുക്തി ലഭിച്ചിടാ, നമ്മുടെ കർമ്മമൊടുങ്ങിയാൽ കർമ്മവും നമ്മെ വിടും, നേടും ജ്ഞാനവും മുക്തിയും, ആഹാര നീഹാര മൈഥുന നിദ്രകൾ ജാഗ്രതാദി വിടും പഞ്ചവിഷയവും, നമ്മിൽ നിന്നെപ്പോൾ അകലുന്നുവോ അപ്പോൾ നിസ്സംഗനായി മനമെത്തും സമാധിയിൽ, ഭിക്ഷയായി കിട്ടുന്ന ശുദ്ധമിതാഹാരം
എട്ടിലൊന്നുണ്ട് മനം തനു സ്വസ്ഥമായി ദർഭമേൽ സിദ്ധാസനത്തിലിരുന്നിട്ട് ഓങ്കാരം മാത്രം ജപിക്കണം യോഗിയായി. നാസികാഗ്രം കണ്ട് അർത്ഥനിമീലിതൻ പ്രാണായാമം ചെയ്ത ചിത്തത്തെ ഈശനിൽ നിർത്തി ഉറപ്പിച്ച ഏകാഗ്രത വന്നാൽ എത്തും സമാധിയിൽ നിശ്ചല ചിത്തനായി. മോക്ഷത്തെ പോലും മറക്കും സമാധിയിൽ ബ്രഹ്മലയം പൂണ്ട് ആനന്ദചിത്തനായി. ദേഹം പ്രപഞ്ചം വിഷയം ഇവകളെ തീർത്തും മറക്കുന്നു ജീവൻ മുക്തൻ സുധീ. വിട്ഭസ്മമാകും തനൂവിനെ വിട്ടൊരാൾ പിന്നെ മടങ്ങി വരില്ല നശിക്കുവാൻ. വേണ്ടത്ര പാകത കിട്ടാത്ത ജീവനീ യാത്രയിൽ ലക്ഷ്യം മറക്കും നശിച്ചിടും. ബ്രഹ്മചാരി ഗുരുഗേഹം വിടരുത് വാനപ്രസ്ഥൻ കൂട്ടിവെക്കേണ്ട ഒന്നുമേ. സന്യാസി ലോകത്തിൽ ബന്ധം വരിക്കൊല ആശ്രമനീതിയെ വിട്ടാൽ നശിച്ചുപോം. തേരായ ശരീരവും ഇന്ദ്രിയങ്ങൾ ഹയം ചിത്തം കയറായും ശബ്ദാദികൾ വഴി. സാരഥി ബുദ്ധി മനം കടിഞ്ഞാൺ തഥാ പ്രാണങ്ങളെ അച്ചുതണ്ടായും കാണണം. ചക്രങ്ങൾ രണ്ടും അധർമ്മവും ധർമ്മവും യാത്രക്കാരൻ ജീവനമ്പായി ജീവനും. വില്ലായി പ്രണവം വില്ലായി പ്രണവം ആത്മാവ് ലക്ഷ്യവും ആക്കി ഉപാസന കൊണ്ടീശ്വരം വിടാം. ഷഡ് അരി ഊർമി ഷഡ്വൈരി ഇവകളെ ശത്രു രജസ്തമസ്തള്ളണം ജ്ഞാനികൾ. സദ്ഗുരു ചൊല്ലിയ ജ്ഞാനമാം വാളിനെ കൊണ്ടിരഥത്തിലരിയണം ശത്രുവേ. തേരാളി നന്നായാൽ സംസാര സിന്ധുവെ താണ്ടാൻ കഴിഞ്ഞിടം യാത്രികൻ ജീവന്. യാഗാദികൾ പഞ്ചയജ്ഞാദികൾ ഇഷ്ടാപൂർത്തങ്ങൾ കർമ്മവും വൈദികം താന്ത്രികം വൃത്തി നിവൃത്തി കണക്കാക്കി ചെയ്യുകിൽ നമ്മുടെ കർമ്മത്തിന് സൂക്ഷ്മാംശമാം ഫലം. ജീവനോപാധേയമാകുന്നു സർവഥാ ഊർധ്വലോകങ്ങൾ ക്രമത്തിൽ കയറുവാൻ. എത്തും പിതൃലോകം ചന്ദ്രലോകം തഥാ ജീവൻ മഴ വഴി ഭൂവിൽ പതിച്ചിടും. സസ്യത്തിൽ അന്നം പുരുഷരേതസ്സിലും ഗർഭത്തിലെത്തി പുറത്തെത്തും ദേഹമായി. ഷോഡശ സംസ്കാരം ഒത്തുവ ജനിച്ചവൻ ബ്രഹ്മനിഷ്ഠൻ ശീലമാക്കണം ഓങ്കാരം. ഇന്ദ്രിയം ജ്ഞാനത്താൽ നിഷ്പ്രഭമാക്കണം വേദവാക്യത്തിൽ ലയിപ്പിക്കണം മനം. ഓങ്കാരം ബിന്ദുവിൽ ബിന്ദുനാദത്തിലും ജീവനെ ബ്രഹ്മത്തിൽ ചേർക്കണം ഭക്തനായി. അഗ്നിയും സൂര്യനും സാക്ഷിയായി പാലകൻ ശുക്ലപക്ഷം ഉത്തരായണം വൈശാഖം. ഇങ്ങനെ നല്ല ദിവസം കണക്കാക്കി വിശ്വനെ തേജസൻ പ്രാജ്ഞൻ തുരീയനായി. ബ്രഹ്മത്തെ പ്രാപിച്ചു മുക്തനായി തീരവേ ദേവയാനത്തിൽ മടങ്ങാതെ കേറിടും. കണ്ണാടികൾ കാണും ബിംബം ഒരിക്കലും സത്യമല്ല. അതേപോലെ ഈ ദേഹവും ആത്മാവ് നിത്യം നിറഞ്ഞവനവ്യയൻ ആദ്യന്തമറ്റവൻ സ്വപ്രകാശസ്ഥിതൻ. തത്വം 24 ഈ ദേഹവും മിഥ്യാപ്രപഞ്ചത്തിൻ അംഗങ്ങൾ കേവലം. ശബ്ദാദികൾ ഭൂതതന്മാത്രമാത്രമായി മോഹിപ്പിച്ചാൽ മോക്ഷം നഷ്ടമാവും ദൃഢം. ജാഗ്രത സ്വപ്ന സുഷുപ്തി കടക്കുകിൽ ബ്രഹ്മലയം കിട്ടും അർഹത നേടിയാൽ. ദ്വന്ദ്വം കടക്കണം വ്യത്യസ്ത വസ്തുവും കർമ്മകർത്താക്കളും ഭോക്താക്കളും തഥാ. ദ്രവ്യക്രിയാഭാവം അദ്വൈതം നേടിയാൽ കാരണകാര്യങ്ങൾ ഒന്നായി തീർന്നിടും. ചെയ്യിക്കുന്നീശനു വേണ്ടി പണികളെ കർമ്മഫലത്തെ എടുക്കുന്നു പാലകൻ. എൻ്റേതും നിൻ്റേതും വിട്ടൊഴിഞ്ഞിടണം. ദ്വന്ദ്വം കടക്കൽ വിഷമം യുധിഷ്ഠിര. വസ്തുവായി വേണ്ടതു മാത്രം എടുക്കുകിൽ വായുവും വെള്ളവും അന്നവും വസ്ത്രവും. വിശ്രമം മണ്ണിലും ഇങ്ങനെയാകണം. വൈരാഗിയായി ത്യാഗിയായി കഴിയണം. ഇങ്ങനെ വിസ്തരിച്ചോതി ശ്രീനാരദൻ എല്ലാ സനാതനധർമ്മവും മാർഗവും. നിങ്ങൾ വളരെ വിഷമിച്ചു പാണ്ഡവർ അപ്പോൾ സഹായിച്ചു കൃഷ്ണൻ സദാ മുദാ. സത്സംഗം നിങ്ങൾക്ക് ഈശ്വരൻ തന്നെയായി മായയാൽ നിങ്ങൾ അറിഞ്ഞില്ല എങ്കിലും. പൂർവജന്മം ഉപബർഹണൻ എന്ന ഞാൻ ഗന്ധർവനായി ഹരികഥ പാടിയും. സൗന്ദര്യം വാഗ്മിത്വം സ്ത്രീകൾക്ക് അതിപ്രിയൻ. ദേവസത്രത്തിൽ ഭഗവത് കഥകളെ ഓതി ഞാൻ നിന്ദിച്ചു ജ്ഞാനി ഋഷികളെ. അപ്പോൾ ശപിച്ചെന്നെ ശൂദ്രനായി തീരുവാൻ. ശൂദ്രനായി ദാസി സുതനായി മഹാമുനി നാൽവരെ സേവിച്ചു പാപം കഴുകി ഞാൻ. മന്ത്രവും രൂപവും ചൊല്ലിത്തന്നു അവർ. ശ്രീഹരിവാണി ഒരിക്കൽ ശ്രവിച്ചു ഞാൻ. പിന്നെ വിധിയിൽ ലയിച്ചു കൽപ്പത്തിൽ ഞാൻ മാനസപുത്രനായ ബ്രഹ്മാവിന് തഥാ. വീണ്ടും ഹരികഥ പാടുവാൻ ശ്രീഹരി തന്നു മഹതി ഈ വീണയെ തുഷ്ടനായി. താനമീട്ടുന്നൊരു വീണയാണെൻ ബലം. സർവത്ര വിഷ്ണുവെ കാണാൻ കഴിഞ്ഞ ഞാൻ. ശ്രീകൃഷ്ണനെ പരബ്രഹ്മമായി കണ്ടിടും നിങ്ങൾ തൻ ഭാഗ്യം അറിയണം നിങ്ങളും. ലോകത്തെ ശുദ്ധീകരിക്കുന്ന സജ്ജനം കൃഷ്ണനെ കാണാൻ ഇവയുടെ വരുമ്പൊഴി. നിങ്ങൾക്കായി നൽകുന്നു സർവശ്രേയസ്സുകൾ. കൃഷ്ണഹിതം പരമാനന്ദമൂർത്തിയാൽ. ബന്ധു സുഹൃദാസൻ ദൂതനം സൂതനം സാക്ഷാത് ഹരി ചെയ്തു സേവനം നിങ്ങളിൽ. ബ്രഹ്മാവ് രുദ്രൻ മഹാലക്ഷ്മി പോലുമേ കൃഷ്ണന്റെ വാസ്തവം കാണില്ല പാണ്ഡവ. മൗനത്താൽ വാക്കുകൾ ഭക്തിയാൽ മാനസം ബുദ്ധി ഉപശമം കൊണ്ടു മടക്കുകിൽ. നമ്മിലെ സാക്ഷിയെ കൃഷ്ണനായി കണ്ടിടാം രക്ഷിതാവായി പരബ്രഹ്മം മനോജനായി. ഇങ്ങനെ കേട്ടു യുധിഷ്ഠിരൻ കൃഷ്ണനെ
പിന്നെ ശ്രീ നാരദ മാമുനി മറ്റുള്ള ദിവ്യരെയൊക്കെ പൂജിച്ചു. യഥാവിധി കൃഷ്ണന്റെ കാൽക്കൽ നമസ്കരിച്ചു നൃപൻ. ശ്രീശുകൻ ചൊല്ലി പരീക്ഷിത്തെ ഞാനിഹ ദക്ഷപുത്രി വംശമോദി സവിസ്തരം. ദേവമനുഷ്യ ചരാചരമൊക്കെയും ദക്ഷവംശം തന്നെ എന്നറിഞ്ഞിടണം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. ശ്രീ ഗുരുവായൂരപ്പ ശരണനാരായണ. ശ്രീമദ് ഭാഗവത മഹാപുരാണം സംജ്ഞാസംഗ്രഹം 7-ാം സ്കന്ധം 15-ാം അധ്യായം സമാപ്തം. 7-ാം സ്കന്ധം സമാപ്തം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ ഗുരുവായൂരപ്പ ശരണനാരായണ. നാരായണ 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 നാരായണ. ശ്രീ ഗുരുവായൂരപ്പ ശരണനാരായണ. ഭഗവാന്റെ വാക്കുകളാണ് വേദങ്ങളായിട്ട്. ഭഗവാന്റെ ഇച്ഛ തന്നെയാണ് രജസ്തമം ഇല്ലാതെയാക്കാൻ, രജസ്സും തമസ്സും ഇല്ലാതെയാക്കാൻ, സാത്വികത്തിലേക്ക് എത്തിക്കാൻ, മർത്യർക്ക് ശീലങ്ങളെ പറഞ്ഞു കൊടുക്കുവാൻ, മാർഗത്തെ പറഞ്ഞു കൊടുക്കുവാൻ, ധർമ്മമായിട്ട് സനാതനം എന്നും നശിക്കാത്തതായിട്ടുള്ള ഭാവം, അതാണ് സനാതനം. അങ്ങനെ വേദവിധി പറഞ്ഞു കൊടുത്തു. അത് നാരായണ മഹർഷിയാണ് നാരദന് പറഞ്ഞു കൊടുത്തത്. ആ നാരദനാണ് യുധിഷ്ഠിരന് പറഞ്ഞു കൊടുത്തത്. അത് ശ്രീശുകൻ പരീക്ഷത്തിന് പറഞ്ഞു കൊടുക്കുന്നു. സൂതൻ നൈമിഷാരണ്യത്തിൽ വെച്ച് ശൗനകാദി മഹർഷിമാർക്ക് പറഞ്ഞു കൊടുക്കുന്നു. അതാണ് ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വർണ്ണാശ്രമധർമ്മങ്ങളെ പറഞ്ഞ ആ ഋഷി നാരദ ഋഷി ബ്രാഹ്മണൻ്റെ വൃത്തികളെ വിസ്തരിച്ച് പറഞ്ഞു. ബ്രാഹ്മണൻ നിത്യ നൈമിത്തിക കർമ്മങ്ങളെ എന്നും ചെയ്തു വരുന്നു, നിസ്വാർത്ഥമായിട്ട് നിഷ്കാമനായിട്ട്, ലോക ഉപകാരാർത്ഥമായിട്ട്. യഥാർത്ഥത്തിലുള്ള ബ്രാഹ്മണൻ എപ്പോഴും സന്തുഷ്ടഭാവത്തിലായിരിക്കും. മറ്റുള്ളവർക്ക് എപ്പോഴും എന്തെങ്കിലും ഉപകാരം ചെയ്യാനുള്ള ഒരു ഇഷ്ടം, അതിൽ ആനന്ദം കണ്ടെത്തുന്ന ഒരു ഭാവം ഉണ്ടായിരിക്കും. അങ്ങനെ വേദവിധി അവനവനെ തന്നെ ശുദ്ധനാക്കാൻ വേണ്ടിയിട്ട് ഉപവാസം, ദാനം, ജ്ഞാനം, ജ്ഞാനം നേടൽ, ജ്ഞാനം കൊടുക്കൽ, പൂജ, യാഗാദി കാര്യങ്ങളെല്ലാം, ശ്രാദ്ധം തുടങ്ങിയിട്ടുള്ള പ്രീതിക്കുള്ളതെല്ലാം ചെയ്യുന്നു. ഇങ്ങനെ സദാസമയത്തും ഈശ്വരോന്മുഖമാക്കി തീർക്കുന്ന ബ്രഹ്മവൃത്തി നിവൃത്തി മാർഗമായിട്ട് ബ്രാഹ്മണൻ ചെയ്യുന്നു. അപ്പോൾ യഥാർത്ഥത്തിലുള്ള ബ്രാഹ്മണന് ഈ സംശയങ്ങളോ പേടിയോ ഒന്നും ഉണ്ടാവില്ല. അതൊക്കെയുള്ള ബ്രാഹ്മണർക്ക് അതിൻ്റെ പൂർണ്ണതയുടെ കുറവാണ് എന്ന് മനസ്സിലാവാൻ സാധിക്കും. അത്രയേ ഉള്ളൂ. ഇപ്പോൾ എപ്പോഴായാലും ഈ കർമ്മങ്ങൾക്ക് ഫലം, അത് അതിൻ്റെ ഒരു പൂർത്തി കിട്ടണമെങ്കിൽ ഈ ദേവനെയും ബ്രാഹ്മണനെയും സന്തോഷിപ്പിക്കുക എന്നത് വളരെ നിർബന്ധമാണ് എന്ന് പറയാണ്. എന്തൊരു കാര്യം ചെയ്യായാലും ശരി, ബ്രാഹ്മണരെ 2 ബ്രാഹ്മണരെയോ 3, 5, 8, 10, 12 എങ്ങനെയാച്ചാലാവാം. നമ്മൾ സാധാരണ സായുജ്യം കൊടുക്കുന്ന സമയത്ത് 12 ബ്രാഹ്മണർക്കും ഒരു ബ്രാഹ്മണനെ ഈശ്വരനായി കണ്ടുകൊണ്ടും 13 ബ്രാഹ്മണർക്കാണ് ഊട്ട് കൊടുക്കാറും. ആ ദ്വാദശനാമ സങ്കല്പത്തോട് കൂടിയിട്ട് ഓം നമോ ഭഗവതേ വാസുദേവായ, ജീവൻ ശരീരവുമായിട്ട് ബന്ധപ്പെടുന്നതായിട്ടുള്ള രംഗത്തെ മുഴുവൻ ഇല്ലാണ്ടെയാക്കി മുക്തി കൊടുക്കുന്നതായിട്ടുള്ള മുകുന്ദന് തന്നെ പൂജ കൊടുക്കുന്നു. ആ ബ്രാഹ്മണർ കഴിച്ചതിൻ്റെ ഉച്ഛിഷ്ടം പ്രസാദമായിട്ട് ആർക്കാണോ ഈ ആവശ്യിച്ച് അവർക്ക് കൊടുക്കുന്നു. നിർമാല്യം പ്രസാദമായിട്ട് കൊടുക്കുന്നു. ഈ അർച്ചിച്ചതായിട്ടുള്ള പൂക്കളെ, തൊടിയിച്ചതായിട്ടുള്ള കുറികളെ ഒക്കെ പ്രസാദമായിട്ട് കൊടുക്കണം. അർഘ്യാദി നൽകിയ ആ തീർത്ഥജലത്തെ തീർത്ഥമായിട്ട് കൊടുക്കണം. ഇങ്ങനെ ഭഗവാന്റെ പ്രസാദം ഇപ്രകാരത്തെ സ്വീകരിക്കുന്ന ആ കുടുംബത്തിന് ഈ ഐശ്വര്യത്തെ ലഭിക്കും. ഈ മുക്തി കിട്ടാത്ത ജീവനെ മുക്തി ലഭിക്കും. അങ്ങനെയൊക്കെയാണ് സങ്കല്പം. നമ്മൾ അങ്ങനെയൊക്കെയാണ് ചെയ്തു വരാറ്. അപ്പോൾ പിന്നീട് അവർക്ക് വിഷമങ്ങളില്ലാത്ത ഒരു അവസ്ഥയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. അതൊക്കെ
വേദം പറഞ്ഞത്, പുരാണങ്ങളിലുള്ളത് ഭാഗവതത്തിൽ നമുക്ക് കാണാൻ സാധിക്കണം. അപ്പോൾ ഈ പഞ്ചയജ്ഞങ്ങളും ബാലരെ, ദീനരെ, ഈ ദാരിദ്ര്യം അനുഭവിക്കുന്നവരെ, സജ്ജനങ്ങളെ, ഭക്തരെ, ആർക്കൊക്കെയാണ് സഹായം വേണ്ടത് അവർക്കൊക്കെ സഹായം ചെയ്തു കൊടുക്കുന്നതായിട്ടൊരു ഭാവം, അത് എപ്പോഴും എന്നും ചെയ്തുകൊണ്ടേയിരിക്കണം. അത് എല്ലാവർക്കും ബാധകമാണ്. എല്ലാ വർണ്ണങ്ങളിലും എല്ലാ ആശ്രമത്തിലും പെട്ടവർക്കൊക്കെ പ്രായഭേദ ലിംഗഭേദമന്യേ ചെയ്യേണ്ടതായിട്ടൊരു കടമയാണ്. ഒരിക്കലും ഹിംസ ചെയ്യരുത്. യാഗം പോലും ബ്രാഹ്മണർക്ക് മൃഗഹിംസ ചെയ്യുമ്പോൾ ആ മൃഗങ്ങളുടെ ശാപമായിട്ട് വരും എന്ന് പുരഞ്ജനോപാഖ്യാനമൊക്കെ നമുക്ക് കാണിച്ചു തരുന്നു. അതേപോലെ രാജാക്കന്മാർ കയ്യൂക്കിനാൽ ആണല്ലോ രാജ്യങ്ങളൊക്കെ വെട്ടിപ്പിടിച്ച് നേടുക ധനം. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പുണ്യകർമ്മം ചെയ്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ അത് അബദ്ധമാവും. ഇപ്പോൾ യുധിഷ്ഠിരൻ തന്നെ യാഗം ചെയ്ത മരുത്തുകൾ ദാനം കൊടുത്തതായിട്ടുള്ള, ബ്രാഹ്മണർ ഉപേക്ഷിച്ച് പോയതായിട്ടുള്ള സ്വർണം ധനമായിട്ട് സ്വീകരിച്ചു കൊണ്ടാണ്, അതും ശ്രീകൃഷ്ണൻ്റെ വാക്ക് അനുസരിച്ച്. അപ്പോൾ അങ്ങനെയൊക്കെ വേണം യാഗം ചെയ്യാൻ. മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്ന പ്രവൃത്തിക്ക് ഈ ശുദ്ധ സമ്പത്ത് വേണം ഉപയോഗിക്കാനെന്ന് സാരം. പിന്നെ കൂലി കൊടുക്കാതെ കണ്ടോ ദക്ഷിണ കൊടുക്കാതെ കണ്ടോ ഒന്നും ചെയ്യിക്കാൻ പാടില്ല. മൂല്യം ഇത്ര എന്ന് നിശ്ചയിക്കാൻ പറ്റാത്ത പ്രവൃത്തികളാണ് ബ്രാഹ്മണർ ചെയ്യുക, വിപ്രന്മാർ ചെയ്യുക. അപ്പോൾ അതിനനുസരിച്ചുള്ളതായിട്ടുള്ള ഉപരിദക്ഷിണയോട് കൂടിയിട്ട് അവരെ സന്തോഷിപ്പിക്കണം. അന്നദാനാദി എല്ലാവർക്കും കൊടുക്കണം, തിര്യക്കുകൾക്കും ഈ മർത്യർക്കും ഒക്കെ. വിധർമ്മം ചെയ്യരുത്, സ്വന്തം ധർമ്മം അല്ലാതെ കണ്ടൊന്നും ചെയ്യരുത്. അധർമ്മം ചെയ്യരുത്, പരധർമ്മം ചെയ്യണ്ട. ആഭാസം ഈ സ്വന്തം പ്രിയം അതിന് വേണ്ടിയിട്ട് കാട്ടിക്കൂട്ടൽ അത് വേണ്ട. ഛലം അന്യനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ഞാൻ കേമനാണ് എന്ന് മറ്റുള്ളവർ അറിയാൻ വേണ്ടിയിട്ടുള്ള ചില നാട്യങ്ങൾ, അതിന് ഛലം, അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. പിന്നെ അനുകരണം, വെറും അനുകരണമായിട്ട്, അത് ഉപമ എന്നതിന് പറയാം, അതൊക്കെ വളരെ ദോഷം ചെയ്യും. എന്നാൽ വലിയ വലിയ ആളുകൾ ചെയ്യുന്ന പ്രവൃത്തി അനുകരിക്കാറില്ലേ, അതതിൻ്റെ തത്വങ്ങളൊക്കെ അറിഞ്ഞിട്ട് അനുകരിക്കുകയാണെന്ന് വെച്ചാൽ അതിന് ഫലമുണ്ട്. അതൊന്നും അറിയാതെ കണ്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ അബദ്ധമായിട്ടും വരും എന്നർത്ഥം. അത് നല്ലോണം മനസ്സിരുത്തണം, ഒന്ന് മനസ്സിരുത്തണം എന്ന് പറഞ്ഞോളൂ. അപ്പോൾ ഈ ധനമില്ലാത്തവരെ അങ്ങനെ ഉണ്ടാവും, ധാരാളം ധനമില്ല, ദരിദ്രം. അപ്പോൾ അവർ അങ്ങനെ കഷ്ടപ്പെട്ട് കടം വാങ്ങിയിട്ട് യാഗം ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് തന്നെയാണ് ഭാഗവതം പറയണം. അപ്പോൾ നമ്മൾ എപ്പോഴും അതൊരു വസ്തുതയായിട്ട് തന്നെ എടുക്കണം. അത് ചെയ്യാണ്ട് എങ്ങനെയാണ്, അങ്ങനെയല്ല എന്നർത്ഥം. നാമം ജപിച്ചാൽ മതി. നമ്മൾ ആഹരിക്കുന്നത് ഭഗവാൻ സന്തോഷിക്കുവാൻ വേണ്ടിയിട്ടാണ് എന്ന് ഉത്തമ ബോധ്യത്തോട് കൂടിയിട്ട് വെള്ളമായാലും നീ ഉണക്കരി ആയാലും വിരോധമില്ല എന്നർത്ഥം. അത് മതി. അതിനാണ് പ്രാധാന്യം എന്നർത്ഥം. അങ്ങനെ ഈ ജിഹ്വാവസ്ഥ ജയം നേടിയിട്ട് ആത്മാരാമനായിട്ട് സഞ്ചരിക്കണം. അതല്ലെങ്കിൽ എല്ലാ ദിക്കിലും ചെരുപ്പിട്ട് നടക്കുന്നതായിട്ടുള്ള ഒരാൾക്ക് ഭൂമിയെല്ലാം തുല്യമാണ്, ഒരേപോലെ കാണും. അപ്പം അങ്ങനെ ഒരു അബദ്ധം സംഭവിച്ചു കഴിഞ്ഞാൽ അത് ജീവിതം നഷ്ടമായിട്ട് വരും. അങ്ങനെ സംഭവിക്കരുത്. കാമലോപാധികളെ തപസ്സുകൊണ്ട് തന്നെ അടക്കണം. ഇന്ദ്രിയശക്തി അത് കുറച്ചൊന്ന് ക്ഷീണിപ്പിക്കണം ഉപവാസാദികളെ കൊണ്ട്. പട്ടിണി കിടന്നോളൂ, കാമം അടങ്ങും. ആഹാരത്തിൽ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ കാമങ്ങൾ ഉണ്ടാവില്ല. അതേപോലെ സൂത്രത്തിൽ മന്ത്രങ്ങളൊക്കെ ചെയ്ത് ഈ അഥർവവേദ വിധി പ്രകാരമൊക്കെ അതൊക്കെ ഒരു സൂത്രമാണ്. അപ്പോൾ അങ്ങനെ സൂത്രത്തിലൊന്നും നേടാൻ നിൽക്കണ്ട. എപ്പോഴാണോ മൂത്ത് പഴുത്തോട്ടെ, അതാ നല്ലത്. ഞെക്കി പഴുപ്പിക്കണ്ട എന്ന് സാരം. അങ്ങനെയൊക്കെയുണ്ട്. ഈ തീർത്ഥാടനത്തിന് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് അന്യനാട്ടിലൊക്കെ പോയിട്ട് കഷ്ടപ്പാടുകൾ കൂടുതൽ സഹിക്കേണ്ടി വരുമ്പോൾ ആ തീർത്ഥാടനത്തിൻ്റേതായിട്ടുള്ള ഫലം നഷ്ടപ്പെടും. നേരെ മറിച്ച് മനസ്സുകൊണ്ടാണ് ചെയ്യണമെങ്കിലോ അതിനാണ് കൂടുതൽ ഫലം എന്ന് പറയാണ്. പിന്നെ ചിന്ത കാട് കയറും, അത് ഒഴിവാക്കണം. നാമകീർത്തനം അല്ലാണ്ട് അതിന് വേറെ വഴിയില്ല. പുരാണ പാരായണോ ധ്യാനോ മനനോ സ്വാധ്യായങ്ങളോ ഏതൊക്കെ വെച്ചാൽ അതൊക്കെ ചെയ്യാം. അങ്ങനെ എപ്പോഴും പ്രവൃത്തിയിൽ ഏർപ്പെട്ടുകൊണ്ടേയിരിക്കുക, നിവൃത്തി മാർഗമായിട്ടുള്ള പ്രവൃത്തിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുക. കാരണം നമുക്ക് മുഴുവൻ നിവൃത്തിയിൽ എളുപ്പമല്ല, അതുകൊണ്ടാണ്. ഈ മനസ്സും വാക്കും
ശരീരം കൊണ്ട് ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും ശുദ്ധമാവണം, ഭഗവാന് സമർപ്പിക്കണം. എല്ലാറ്റിലും എല്ലാവരെയും എന്നും സന്തോഷിപ്പിക്കുന്നതായിട്ടുള്ള പ്രവൃത്തിയാവണത്. തന്നെ ഭഗവാനായിട്ട് കാണണം. അപ്പോൾ അവന് മറ്റുള്ളവരെയും കൂടി കാണണമല്ലോ. അങ്ങനെ ഭഗവത് പ്രീതിക്കാവണം എല്ലാം. അങ്ങനെയാണെങ്കിൽ നമുക്കും ഭഗവാൻകൽ എത്തിച്ചേരാൻ സാധിക്കും. ബ്രഹ്മാവസ്ഥ. പിന്നെ വീണ്ടും ഒരു ജനിക്കുക എന്നുള്ളൊരവസ്ഥയില്ലാത്ത ലയം, പൂർണ്ണലയം, സമ്പൂർണ്ണലയം, സായുജ്യം തന്നെ ലഭിക്കും എന്ന് പറയാണ്. നമ്മൾ അഥവാ എന്തെങ്കിലുമൊക്കെ ചെയ്തു എന്ന് കൂട്ടുക. അപ്പോൾ അതിന് കർത്തൃത്വബോധം വന്ന് ദമ്പം വരാം, ചിലപ്പോൾ മതം വരാം. ഞാനാണത് ചെയ്തത്, പിന്നെ ഞാൻ ധർമ്മിഷ്ഠനാണ്, അങ്ങനെയൊക്കെയാണ് തോന്നിയാൽ ഈ ചെയ്തത് മുഴുവൻ വെള്ളത്തിലാവും. മൗനം ദീക്ഷിക്കുക, ഹിംസ ഒഴിവാക്കുക. ഈ ആധ്യാത്മികങ്ങൾ അത് തീരാൻ വേണ്ടിയിട്ട് രോഗങ്ങളൊക്കെയാണ് വരിക. അപ്പോൾ അഷ്ടാംഗ യോഗങ്ങളൊക്കെ ചെയ്ത് സാത്വികാഹാരം ചെയ്ത് ആചാരാനുഷ്ഠാനങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ആധ്യാത്മികം, അത് ആത്മീകമായിട്ടുള്ള അവനവൻ്റേതായിട്ടുള്ള അതെല്ലാം തീർക്കാൻ സാധിക്കും. അപ്പോൾ ആചാരാനുഷ്ഠാനങ്ങൾക്ക് അത്രയും പ്രാധാന്യമുണ്ട്. ആധ്യാത്മികം ഈ ആദി തീരാൻ തന്നെയാണ് അർത്ഥം ആചാരാനുഷ്ഠാനങ്ങൾ ചെയ്യണത്. ആദി ഭൗതികമാണെങ്കിൽ അന്യരിൽ നിന്നുള്ള ദുഃഖമാണ്. അത് കാരുണ്യം കൊണ്ട് ദാനാദികൾ ചെയ്തുകൊണ്ട് തന്നെ തീർത്താൽ മതി. എന്നാൽ ഈ ആദി ഭൗതികം നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. ആദി ദൈവികങ്ങൾ അത് പഞ്ചക്ലേശങ്ങളൊക്കെയാണ് തരിക. അവിദ്യ, അസ്മിത, രാഗദ്വേഷം, അഭിനിവേശം. അതായത് ഞാൻ ശരീരമാണ് എന്ന ബോധം, അജ്ഞാനം, അതേപോലെ എല്ലാറ്റിനോടും ഒരു ഇഷ്ടം, ഒരു രാഗം, പിന്നെ നമ്മുടെ കാര്യങ്ങൾ സാധിക്കാത്തൊരവസ്ഥ എന്ന് വെച്ചാൽ അതിന് കാരണക്കാരായിട്ടുള്ളവരോടൊക്കെ ദ്വേഷം, എല്ലാറ്റിനോടും ഒരു ആസക്തി. അപ്പോൾ അതിന് ഈ ആലസ്യ, അസൂയാദികളൊക്കെ ഇല്ലാണ്ടാവാൻ അതൊക്കെ ഈ ആദി ദൈവികമായിട്ട് വരുന്നതായിട്ടുള്ള വിഷമങ്ങളാണ്. അപ്പോൾ അതിനൊക്കെ നമുക്ക് ഒന്നേ ചെയ്യാൻ സാധിക്കുള്ളൂ, അഷ്ടാംഗ യോഗങ്ങൾ ശീലിക്കുക, ധ്യാനം, സമാധിയൊക്കെ ചെയ്യുക. അങ്ങനെ ഭഗവാങ്കൽ എത്താനുള്ള മാർഗത്തെ ചിന്തിക്കുക തന്നെ വേണം. ഇങ്ങനെ വളരെ വിസ്തരിച്ചാണ് ഈ രജസ്സിനെയും തമസ്സിനെയും ഒതുക്കുവാൻ വേണ്ടിയിട്ട് നാരദ മഹർഷി പറഞ്ഞു കൊടുക്കുന്നതായിട്ടുള്ള ഉപദേശങ്ങൾ. എല്ലാറ്റിനും സദ്ഗുരുവെ തന്നെ ആശ്രയിക്കണം. ഗുരുസേവനം വളരെ പ്രധാനമാണ്. ആ ലോകഗുരു തന്നെയാണ് ഈ ശ്രീകൃഷ്ണൻ. ആ ശ്രീകൃഷ്ണൻ്റെ മുമ്പിലാണ്, ആ ശ്രീകൃഷ്ണൻ്റെ ഒപ്പമാണ് നിങ്ങളെപ്പോഴും സഞ്ചരിക്കേണ്ടത്. നിങ്ങളുടെ ഒരു ഭാഗ്യം തന്നെയാണ്. ഇപ്പോൾ കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്, ആചാരാനുഷ്ഠാനങ്ങൾക്ക് അത്രയും പ്രാധാന്യമുണ്ട്. ഈ കൃഷി, വാണിജ്യം, മറ്റേ പണം പലിശയ്ക്ക് കൊടുക്കൽ, ഇതൊക്കെ കൃഷ്ണൻ തന്നെ വൈശ്യനാണ്. അപ്പോൾ ആ രീതിയിൽ ചെയ്തു വരുന്നു. മറ്റുള്ളവർക്ക് അനുകരിക്കാൻ പാകത്തിൽ അദ്ദേഹം ചെയ്യുന്നു. നമുക്ക് അനുകരിക്കാനും സാധിക്കില്ല. എന്നാലും കൃഷ്ണൻ്റെ കൂട്ടുകാർ യാദവർ പലരും അത് പ്രകാരത്തിൽ ചെയ്യുന്നു. അതിൻ്റെ സാരം നമ്മെ വലിയവർ ചെയ്യുന്നത് അനുകരിപ്പിക്കുക. അത് ഭഗവാന്റെ ഒരു ലക്ഷ്യമാണ്. ഈ ജ്ഞാനം കിട്ടിയില്ലെങ്കിൽ മോക്ഷം കിട്ടില്ല. അപ്പോൾ ഭക്തിയുള്ളവർക്ക് ജ്ഞാനം കൊടുക്കാമെന്ന് ഭഗവാൻ നിശ്ചയിച്ചു. നിഷ്കാമനായിട്ട് ആരാണോ അതിഭക്തിമാനായിട്ട് തീരുന്നത് അവർക്ക് ജ്ഞാനം ഭഗവാൻ കൊടുക്കും. അത് നിയമാക്കി ഭഗവാൻ. അപ്പോൾ ഭക്തി ഉള്ള ആളുകൾ സാധാരണ നിസ്വാർത്ഥരായിരിക്കും. അവർക്കുള്ളതൊക്കെ മറ്റുള്ളവർക്ക് കൊടുക്കും. അപ്പോൾ ഇഷ്ടാപൂർത്തങ്ങൾ ചെയ്യുന്ന ഒരു മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ ഈ കുളം കുഴിക്കുക, കിണർ കുഴിക്കുക, സരസ് ശുദ്ധമാക്കി തീർക്കുക, തോട്, റോഡ്, വഴി ഒക്കെ ഉണ്ടാക്കി കൊടുക്കുക, രഥം ഒക്കെ വാഹനങ്ങളൊക്കെ ദാനം ചെയ്യുക, കൃഷിഭൂമി കൊടുക്കുക, പശുക്കളെ ദാനം ചെയ്യുക, അങ്ങനെയുള്ളതൊക്കെ ഉണ്ട്. അതൊക്കെ ഈ വഴിയമ്പലങ്ങൾ ഉണ്ടാക്കുക, അതൊക്കെ പൂർത്തങ്ങളാണ്. അപ്പോൾ ആ ഇഷ്ടാപൂർത്തങ്ങൾ, ഇഷ്ടി യാഗാദികളെല്ലാം ചെയ്യുക, അങ്ങനെയുള്ളതൊക്കെ ചെയ്യുന്ന അവർക്ക് ഭഗവാൻ തന്നെ ജ്ഞാനം കൊടുക്കും. ഇത് ഭഗവാന്റെ ഒരു നിയമമാണ്. ഇപ്പോൾ എല്ലാറ്റിനും കാരണക്കാരനായിട്ടുള്ള ഭഗവാൻ എന്താണോ നിശ്ചയിക്കുന്നത് അത് മാത്രമേ നടക്കൂ. അത് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ താനല്ല ഈ ചെയ്യുന്നത്, തൻ്റെ ഈ ശരീരം വ്യർത്ഥമാണ്, ശരീരം കൊണ്ട് ഭഗവാനെ സേവിക്കലാണ് ആവശ്യം, അത് നിലനിർത്താനാണ് ശരീരം നിലനിർത്തുന്നത്, ആ ലക്ഷ്യത്തെ പൂർത്തീകരിക്കാനുള്ള ഒരു ഉപകരണം മാത്രമാണ് ശരീരം എന്ന് നമുക്ക് അറിയാൻ സാധിക്കും. അവിടേക്കൊക്കെ എത്തണമെങ്കിൽ ലേശം പണിയുണ്ട്. മനസ്സവിടേക്ക് എത്തണമെങ്കിൽ
എളുപ്പമല്ല, അത് കുറച്ച് പണിയുണ്ട്, എന്നാലേ ഞങ്ങൾ എത്തുള്ളൂ. ഉപേക്ഷിക്കേണ്ട എല്ലാം, ഇതെനിക്ക് വേണ്ട ഇതെനിക്ക് വേണ്ട എന്ന് നമ്മൾ കൂട്ടി വെച്ചതാണ്. എത്രയോ അധ്വാനിച്ച് കൂട്ടി വെച്ചത് ഇതൊന്നും എൻ്റെ അല്ല, എനിക്ക് വേണ്ട എന്ന് പറയാറാവണ്ടേ, അത്ര എളുപ്പമല്ല. അപ്പോൾ കർമ്മവും കർമ്മഫലവും നാം നേടിയതൊക്കെയും സമർപ്പിക്കണമെന്ന് അവിടെ പറഞ്ഞ് സമർത്ഥിച്ചു. പിന്നെ സത്സംഗത്തിന് പ്രാധാന്യമാണ് പറഞ്ഞത്. സംഘം എപ്പോഴും നല്ല സംഘം അല്ല കിട്ടിയതൊക്കെയാ നമ്മെ വല്ലാണ്ട് കേടുവരുത്തും, ഈ ശുദ്ധി നഷ്ടപ്പെടുത്തും. മനുഷ്യത്വം മുമുക്ഷുത്വം മഹാപുരുഷ സംശ്രയം എന്ന ആ ലക്ഷ്യത്തെ നമ്മളെ അതിൽ നിന്നും വല്ലാണ്ട് മാറ്റും. അപ്പോൾ ജീവിതം വ്യർത്ഥാവും. ആഹാരം പോലും യാചിച്ച് മിതാഹാരം കഴിക്കുന്നതാണ് നല്ലത്. അതായത് അറിഞ്ഞു തരുന്നത് അല്ലെങ്കിൽ യാചിച്ച് കിട്ടുന്നത് രണ്ടും ഒരുപോലെ തന്നെയാണ്. അത് മിതാഹാരമായിട്ട് സ്വല്പം കഴിച്ചാൽ അതുകൊണ്ട് അബദ്ധമില്ല, അതേ വേണ്ടൂ. പിന്നെ പ്രാണായാമാദി കാര്യങ്ങളെല്ലാം സ്ഥിരമായിട്ട് ശീലിക്കുക, അതിൽ തന്നെ ഒരു ഊർജം നമുക്ക് കിട്ടും. അപ്പോൾ ആഹാരത്തിന് തുല്യം തന്നെയാണ് അതും. അതേപോലെ ആഗ്രഹിക്കാതിരിക്കുക, ആഗ്രഹത്തെ എപ്പോഴാണോ ഉണ്ടാകുന്നത് ആ സമയത്ത് മനസ്സിനെ അതിൽ നിന്ന് പിൻവലിപ്പിക്കുക, അത് വളരെ പ്രധാനമാണ്. അതെല്ലാം മോക്ഷത്തിന് കാരണമായി തീരുമെന്നർത്ഥം. അപ്പോൾ അത്ര എളുപ്പമാണ്. എളുപ്പമല്ല, ഭഗവാൻ പറയുമ്പോൾ എളുപ്പമാണ്, അത്രയേ ഉള്ളൂ. ഈ ധർമാർത്ഥ കാമ മോക്ഷങ്ങളെയാണ് നാം നേടേണ്ടത് എന്ന് പോലും നമുക്ക് കൃത്യമായിട്ട് അറിയാൻ നിശ്ചയില്ല. കാമം മോക്ഷത്തിനും അർത്ഥം ധർമ്മം ചെയ്യാനുമാണ്. ക്ഷേത്രേ ക്ഷേത്രേ ധർമ്മം കുരു, ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദ യുത്സവ. ഗീതത്തെ ആദ്യത്തെ ഇത് ക്ഷേത്രേ ക്ഷേത്രേ ധർമ്മം കുരു. എല്ലാ ക്ഷേത്രം, ഈ ശരീരവും ക്ഷേത്രമാണ്, അതിൻ്റെ ഉള്ള ജീവൻ ക്ഷേത്രജ്ഞൻ. അപ്പോൾ ആ ക്ഷേത്രജ്ഞൻ എന്ത് ചെയ്യണം? ധർമ്മത്തെ മാത്രം ചെയ്യണം, ഈ ശരീരത്തെ കൊണ്ട് ധർമ്മത്തെ മാത്രം ചെയ്യണം. അങ്ങനെ ആയാൽ മുക്തിയിലേക്ക് എത്താൻ സാധിക്കും. ശരീരത്തിൻ്റെ ഒരു മൂല്യം